ഹലോ, അസ്സലാമു അലൈക്കും. ഗൈസ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പത്തലാണ് കേട്ടോ. കണ്ണൂർക്കാരെ സ്പെഷ്യൽ അരിപ്പത്തലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നാസിൻ്റെ അരിപ്പത്തൽ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നൈസ് പത്തലിൻ്റെ പൊടിയാണുള്ളത്, അതെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പൊടിക്ക് 1.25 കപ്പ് പച്ചവെള്ളമാണ് കേട്ടോ. പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുക, ഉപ്പും കൂട്ടിയിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അരിപ്പത്തൽ. അതിനായിട്ട് നമുക്ക് അരി ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ അരി കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ മാമ മരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമുക്ക് ഒരു തവ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പത്തൽ ചൂടുന്ന ഓർഡറാണത് കേട്ടോ. അതിൽ 3-4 എണ്ണം ഒരുമിച്ചിടാം. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഓരോ ഉരുളയായിട്ട് നമുക്ക് ഉരുട്ടിയെടുത്തുകൊണ്ട് വരാം. സ്വന്തമായിട്ട് ചിലർ കൈകൊണ്ട് പരത്തുന്നതാണ്. എനിക്കത് എല്ലാം എളുപ്പം. ഞാൻ ഒരു വീറ്റിൻ്റെ കവർ മുറിച്ചെടുത്തിട്ടുള്ളത്. ആ കവർ വെച്ചിട്ട് ഒരു പാത്രം വെച്ച് അമർത്തുന്ന ഒരേ അളവിന് കിട്ടും ചെയ്യും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ നമുക്കത് നല്ലോണം തവ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പത്തലിൽ ഇട്ട് കൊടുക്കാതെ കേട്ടോ. നല്ല ചൂടിൽ വെമ്പേയും ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു പത്തലാണിത്. അങ്ങനെ നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൈ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾ ചട്ടവും കൊണ്ടായാലും മറിച്ചിട്ടാൽ മതി കേട്ടോ. കൈയൊന്നും പൊള്ളിക്കരുത് ഇങ്ങനെ ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ പത്തലവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ചാനൽ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ് ചെയ്യുക. മുന്നോട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ ഒരു അരമുറി തേങ്ങൻ്റെ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തേങ്ങാപ്പാലിൽ മുക്കാദ്യം കഴിക്കുക കേട്ടോ. അപ്പോൾ ഇനി തേങ്ങാപ്പാലില്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പശു നെയ്യായാലും പുരട്ടിയാൽ മതി. അങ്ങനെ നമ്മൾ പത്തൽ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിന് നല്ല മീൻ കറിയും ഏറ്റവും കോമ്പിനേഷൻ പറയുന്നത് ഇതിന് ബീഫാണ് കേട്ടോ. ബീഫ് നല്ല വരട്ടി വെച്ച ബീഫും പത്തൽ കറിയും. നമ്മൾ പുതിയാപ്പിളമാരൊക്കെ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഇതാണ് കൂടുതൽ കൊടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ ബീഫ് കറി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ പത്തലും നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ചെയ്യാത്തവരുണ്ടെങ്കിൽ. പെട്ടെന്നാവുന്ന പത്തൽ റെഡി ആയിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കാം. അങ്ങനെ പത്തൽ സൂപ്പറാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.